ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു യാത്രയാണ്. യാത്ര വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ സ്ഥലം തന്നെയാണ്, തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത്. എനിക്ക് പുറകിൽ കാണുന്നത് പോലെ ഓഗസ്റ്റ് 14 ജെമിനി സർക്കസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജെമിനി സർക്കസ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ പുത്തരിക്കണ്ട മൈതാനത്ത് ഓണ സീസൺ വന്നപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനാഗ്രേഷൻ ഫംഗ്ഷനും അതുപോലെ ഫസ്റ്റത്തെ ഷോയും, ഇവിടുത്തെ ഫസ്റ്റ് ഷോയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് നിരക്കുകൾ വന്നിട്ടുള്ളത് 200, 300, 400, 500 എന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് റേറ്റ് വന്നിട്ടുള്ളത്. സമയം എന്നുള്ളത് 1 മണി, 4 മണി, 7 മണിയാണ്. 14 മുതൽ അങ്ങോട്ട് ഷോ നടക്കുന്നുണ്ട്. ഓണത്തിൻ്റെ സീസണ് ഒക്കെ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ആകർഷിച്ചിട്ട് കുറച്ച് കലാകാരന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നടത്തുന്ന ഒരു ഷോയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഷോയിലുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അതിന് ശേഷം ഇവരുടെ ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഫുള്ള് വീഡിയോ നമ്മൾ കാണിക്കും. കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് അകത്ത് പോയിട്ട് അകത്തുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. ആരും തന്നെ വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സർക്കസ് കൂടാരം ഒന്ന് കണ്ടിട്ട് വരാം. ഇത് എൻട്രൻസ്, നമ്മൾ കയറി വരുന്ന സ്ഥലമാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റാച്ചു ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടമൃഗം, കങ്കാരു, സിംഹം. ഫസ്റ്റ് ഷോ നമുക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 6:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അകത്തേക്ക് ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ആരും വന്നിട്ടില്ല, ആരും തന്നെ വന്നിട്ടില്ല. നമ്മുടെ ജെമിനി സർക്കസ് എന്ന് ഇവിടെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് സർക്കസ് കൂടാരം. ഫസ്റ്റ് അവിടെ ഒരു എൻട്രൻസ് റൂം പോലെ ഉണ്ട്, അവിടെ ചെറിയൊരു സ്പേസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്താണ് നമ്മുടെ സർക്കസ് മെയിൻ കൂടാരം വരുന്നത്. കണ്ടോ, പാവം, അടിപൊളി. ആരും തന്നെ എത്തിയിട്ടില്ല. ഇവർ അവസാനഘട്ട പരിശീലനങ്ങളാണെന്ന് തോന്നുന്നു. കണ്ടോ, കസേരകൾ VIP ഇരിക്കാനും 1, 2, 3, 4 തട്ടുകളായിട്ട് എല്ലായിടവും ഫാനൊക്കെ ഉണ്ട് കേട്ടോ. 3, 4 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റിബണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് റിബൺ കെട്ടിയിട്ടുണ്ട്. അകത്തേക്ക് ഞാൻ കയറുന്നില്ല, ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. വൈകുന്നേരം വരികയാണെങ്കിൽ, അതായത് ഷോ കാണാൻ വേണ്ടി രാത്രി വരികയാണെങ്കിൽ ഇവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കൂടെ കാണാൻ പറ്റും. നമ്മൾ പകൽ വരുന്നതിനേക്കാളും രാത്രി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഓഡിയൻസ് ഒരുപാട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് നിൽക്കാം. പുറത്ത് നിന്നതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറാം കേട്ടോ. തലസ്ഥാന നഗരത്തിന്റെ ഓണോത്സവത്തിന് കൂടുതൽ ആവേശം പകരുവാനായി തലമുറകളെ ചിരിപ്പിച്ചും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ജനഹൃദയങ്ങളിൽ ആവേശമായി ജൈത്രയാത്ര തുടർന്ന് കുടുംബ പ്രേക്ഷകരുടെ വിനോദവിസ്മയ തരംഗമായി മുന്നേറുന്ന ജെമിനി സർക്കസിന്റെ ഉദ്ഘാടന പ്രദർശനത്തിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് PV രാജേഷ് ഭദ്രദീപം കൊളുത്തുകയാണ്.
നമ്മുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീര ഷോ ആയിരുന്നു. കുറേ വെറൈറ്റികളുണ്ട്. ഇന്ന് 14-ാം തീയതി ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഷോ ആയിരുന്നു. ഇപ്പോൾ തീർന്നപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, ഗസ്റ്റുകളുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 14 ആയിട്ടുള്ളൂ. ഓണ സമയത്ത് അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ നമുക്കിവിടെ പുത്തരിക്കണ്ട മൈതാനത്തിൽ ഉറപ്പായിട്ട് ജെമിനി സർക്കസിൻ്റെ ഷോ നടക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരും ഫാമിലിയും എല്ലാവരുമായിട്ട് വന്ന് കാണണം. ഓണ സമയത്ത്, അവധി സമയത്ത് എല്ലാവരുമായിട്ടും വരിക. നമ്മുടെ ചെറിയൊരു യാത്ര ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് അകത്ത് പെർഫോം ചെയ്തു. നമുക്കെല്ലാം കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു യാത്രാവിശേഷമായിട്ട് കാണാം കേട്ടോ. ബൈ.